ഇത് നമ്മുടെ ചെമ്പുഴയിൽ പുതുതായിട്ട് പണിയുന്ന പാലമാണ്. ആ പാലത്തിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ. അപ്രോച്ച് റോഡ് എല്ലാം ഏകദേശം പണികൾ ആയി വരുന്നതേ ഉള്ളൂ. അപ്രോച്ച് റോഡിലൊക്കെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. മുമ്പ് അപ്രോച്ച് റോഡ് ഇല്ലായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ മണ്ണൊക്കെ എടുത്തിട്ട് സൈഡൊക്കെ കെട്ടി അപ്രോച്ച് റോഡൊക്കെ ആയി. അപ്പോൾ അതിൻ്റെ ടാറിങ്ങും പരിപാടിയൊന്നും നടന്നിട്ടില്ല. മണ്ണെടുത്ത് ലെവലാക്കിയതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ സൈഡിലേക്കുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം. പാലത്തിലേക്ക് നമുക്ക് കയറാം. അടിപൊളി പാലമാണ് വന്നിരിക്കുന്നത്. നല്ല സൂപ്പർ പാലം. ഇത് ചെമ്പുഴമാണ്. ചെമ്പുഴ ഞാൻ മുമ്പ് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തിൻ്റെ കുറച്ച് മുകളിലാണ്. നമ്മളിവിടെ സ്ഥിരം അന്നൊക്കെ മുമ്പ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഇവിടെ നമ്മൾ കുളിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇതൊക്കെ. ആ സ്ഥലം ഇതിൻ്റെ താഴെയാണ് മിക്കവാറും കുളിക്കാനും അലക്കാനും ഒക്കെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ പാലം വന്നതോടുകൂടി ഇതിൻ്റെ രൂപം മാറിപ്പോയി. റോഡിൻ്റെയും പുഴയുടെയൊക്കെ ഇത് തന്നെ മാറി. അടിപൊളി വ്യൂ ആണ് മുകളിലോട്ട്. പുഴയുടെ മുകളിലോട്ട് അടിപൊളി വ്യൂ ആണ്. താഴേക്ക് ഇത് മുകളിലേക്കുള്ള വ്യൂ ആണ്, നമ്മുടെ തുഷാരഗിരി ഭാഗത്തേക്കുള്ള. ഇത് ഇതിൻ്റെ അങ്ങേറ്റത്തേക്ക് അപ്പുറത്തേക്ക് വേറൊരു വഴിയാണ്. അത് ഈ വഴി നേരെ തിരിഞ്ഞ് അടിവാരത്തേക്കാണ് തിരിയുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള റോഡിൻ്റെ പണി ആയിട്ടില്ല. അപ്പോൾ അത് ആയിക്കഴിയുമ്പോൾ നമുക്കൊരു ദിവസം അങ്ങോട്ടൂടെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ ഇതേതായാലും ഇത് ഇവിടം വരെ ഉള്ളൂ പാലത്തിൻ്റെ പണി. ഇത് ഞാനിപ്പം നടന്ന് ഈ സൈഡിലേക്ക് എത്തി, എൻ്റെ മറുവശത്തേക്ക് എത്തി. അപ്പം പോകേണ്ടത് നമുക്ക് എതിർവശത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഈ സൈഡും കൂടെ ഈ സൈഡിൽ നിന്നുള്ള കാഴ്ചയുടെ കാണിച്ചതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോകാം. ഇതാണ് പാലം കേട്ടോ. ഇത് ഈ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. ഇത് നമുക്ക് ഈ സൈഡിൽ കൂടെ ഉള്ള ഒരു ഫുട്പാത്തുണ്ട്. ആ ഫുട്പാത്തിൽ കൂടെ കയറി നമുക്ക് അങ്ങോട്ട് അപ്പുറത്തേക്ക് വന്ന സ്ഥലത്തേക്ക് തന്നെ പോകാം. ഇത് അടിപൊളി ഫുട്പാത്താണ് ഇവിടെ പണിതിരിക്കുന്നത്. അപ്പം ഇതാണ് താഴേക്കുള്ള വ്യൂ. ഈ കാണുന്ന ഇവിടേക്കാണ് കുളിക്കാൻ വേണ്ടി വന്നിരുന്നത്. അലക്കാനും കുളിക്കാനും വന്നിരുന്ന സ്ഥലമാണിത്. ഇപ്പോൾ ഇവിടെ ഈ പണി വെള്ളവും കുറവാണ്, പുഴയിൽ വെള്ളം കുറവാണ്. ഇവിടെ ഈ പുഴയിൽ തന്നെയാണ് മലവെള്ളം വന്ന് ഒഴുകി പോകുന്നത്. അപ്പം മലവെള്ളം വന്ന് ഒഴുകി പോകുന്ന സമയത്ത് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. നിങ്ങൾ താഴെ കാണുന്നതാണ് പഴയ പാലം. ആ പഴയ പാലത്തിൽ കൂടെയാണ് ബസ്സുകളും യാത്രക്കാരൊക്കെ മുമ്പ് പോയിക്കൊണ്ടിരുന്നത്. ആ പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് അക്കരയ്ക്ക് വെള്ളം കൊണ്ടുപോകാൻ വയലുണ്ട് അപ്പുറത്തെ ഭാഗത്ത്. അതായത് അടിവാരത്തേക്ക് പോകുന്ന വഴിയാണ്. അപ്പം പാലക്കൽ എന്ന് പറയുന്ന ഭാഗത്ത് നെൽവയലുകളുടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു കുറച്ച് മുമ്പ് വരെ. അപ്പോൾ അവിടേക്ക് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി പണ്ട് ഉണ്ടാക്കിയ ഒരു വെള്ളം തടഞ്ഞു നിർത്തി കനാലിലേക്ക് കൂടെ കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്ന ഒരു തടയണയായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ മുകളിൽ പിന്നീട് വാർത്ത് വാഹന സൗകര്യം ആക്കിയതായിരുന്നു. അപ്പോൾ ആ വാഹന സൗകര്യത്തിൽ കൂടെ പിന്നെ വീണ്ടും ബസ്സുകളൊക്കെ ഓടാൻ തുടങ്ങി. വണ്ടികളൊക്കെ അങ്ങോട്ട് അടിവാരത്തു നിന്നും വയനാട്ടിൽ നിന്നൊക്കെ വരാനും ഒക്കെ തുടങ്ങി. ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ വാഹന ഗതാഗതമൊക്കെ നന്നായി വന്നു. അപ്പം ഈ കാലക്രമേണ ഇത് വർഷങ്ങൾക്ക് മുമ്പേ നിർമ്മിച്ചതായതുകൊണ്ട് കാലപ്പഴക്കം ചെന്ന് യാത്രയൊക്കെ ബസ്സിനും വലിയ വണ്ടികൾക്കൊക്കെ ഒന്ന് യാത്ര ചെയ്യാനുള്ള കപ്പാസിറ്റി പോയി. അത് കാലഹരണപ്പെട്ടു. അപ്പോൾ പുതിയ പാലം ആവശ്യമായി വന്നു. അങ്ങനെയാണ് ഈ പാലത്തിൻ്റെ പണി ഇവിടെ ആരംഭിച്ചത്. അപ്പോൾ ഏകദേശം പാലത്തിൻ്റെ പണി പൂർത്തിയായി. പണ്ട് ഇവിടെ ആയിരുന്നു ഞങ്ങൾ കുളിക്കാനും അലക്കാനൊക്കെ വന്നുകൊണ്ടിരുന്നത്. വലിയ കയം പോലത്തുള്ള സ്ഥലമായിരുന്നു. പക്ഷേ ഈ പാലം പണിയോടുകൂടി കല്ലും മണ്ണും എല്ലാം വന്ന് നികന്ന് ആ കുഴിയെല്ലാം മൂടി ഇപ്പോൾ ഈ ഒരു കോലത്തിലാണുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.